കാണിക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ബർഗർ. ഈ ബർഗർ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ബർഗറാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്ക്, പിന്നെ പുറത്തുനിന്ന് മേടിക്കുകയില്ല, അത്ര ടേസ്റ്റാണ്. ഈ റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ഇംഗ്ലീഷ് ചാനലിലും ഷെയർ ചെയ്തിരുന്നു, ഇപ്പോൾ മലയാളത്തിൽ ഷെയർ ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ഇംഗ്ലീഷ് വീഡിയോൻ്റെ ലിങ്ക്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് 8 ബർഗർ ഉണ്ടാക്കാനുള്ള ചിക്കൻ പോർഷൻസ് ആണ് ഈ കാണിക്കുന്നത്. 8 ബോൺലെസ് ചിക്കൻ തൈ ലെഗ് പോർഷൻസ് ആണ്. ഫുൾ ലെഗ് എന്നുവെച്ചാൽ ആ ഡ്രം സ്റ്റിക്കും തൈയും ചേർന്ന പീസ് ബോൺലെസ് ആക്കിയത് സ്കിന്നോടുകൂടി കിട്ടും ഇതുപോലെ വാങ്ങിക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാനില്ലെങ്കിൽ നമുക്ക് തന്നെ കട്ട് ചെയ്യാം. ഒരു ചിക്കന് ഇതുപോലത്തെ 2 സെക്ഷൻസ് കിട്ടും. ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ ഇതെങ്ങനെയാണ് ഇതുപോലെ ബോൺലെസ് ആക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ 8 സെക്ഷൻ ഉണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇതുപോലത്തെ കുറച്ച് കളറ് മാറിയ 2 സൈഡിൽ ഇതുപോലത്തെ ഇത്തിരി ഉരുണ്ട പീസുകൾ കാണും. ഇതുപോലെ അത് വെട്ടി മാറ്റണം. ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, കാരണം കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കും ബാക്കിയുള്ള ചിക്കൻ വെച്ച് നോക്കുമ്പോൾ. പിന്നെ കുറച്ചൊന്ന് ഉരുണ്ട് അതും ഇതുമെന്ന് ഇങ്ങനെ വിട്ട് നിൽക്കും. അതൊന്ന് വെട്ടിക്കളയണം, കാരണം അത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം തോന്നാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് വെട്ടി മാറ്റാറുണ്ട്. ഓരോ സെക്ഷനിന് ഇതുപോലത്തെ 2 പീസ് കാണും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ സൈഡിൽ എക്സസ് ഫാറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ ട്രിം ചെയ്ത് കളയാം. ഇതുപോലത്തെ കിച്ചൺ സിസേഴ്സ് വെച്ചിട്ട് എല്ലാം ട്രിം ചെയ്ത് കളയാം. ഇതേപോലെ എക്സസ് ഫാറ്റും ഈ പറഞ്ഞ പോലത്തെ ആ ഡാർക്ക് ഫ്ലഷ് ഉള്ള ആ ഓരോ ഉരുണ്ട ഭാഗങ്ങളൊക്കെ വെട്ടി എല്ലാത്തിനും മാറ്റി നല്ല ക്ലീനാക്കി അതിൻ്റെ സ്കിന്നും കളഞ്ഞേക്കാം. സ്കിന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിൽ നോക്കിയിട്ട് എന്തെങ്കിലും ടെൻഡൻസി തുറിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എക്സസ് ഫാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ട്രിം ചെയ്ത് കളയണം. കൂടുതലും സൈഡ്സും കോർണേഴ്സും നീറ്റാക്കാനാണ് നോക്കുന്നത്. വെട്ടിക്കഴിയുമ്പോൾ നല്ലൊരു സ്ക്വയർ ഷേപ്പ്, ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടും. ഇതുപോലത്തെ ടെൻഡൻസ് ആണ് പറഞ്ഞത്, അത് ഒക്കെ വെട്ടിക്കളയാം, അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ അത് കഴിക്കാൻ രസമില്ല. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കാം. റെഡിയാക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാം, നടുക്ക് കൂടി ഒന്നും കട്ട് ചെയ്യരുത്, ഒരു പീസായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇതായിരിക്കും നമ്മുടെ ബർഗറിൻ്റെ പാറ്റി. അങ്ങനെ 8 പീസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ബോളിലേക്ക് വെച്ചിട്ടുണ്ട്. തീരെ വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പേപ്പർ ടവൽ വെച്ച് മാറ്റണം. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1.25 കിലോ. ഇതിലേക്ക് 2 കപ്പ് ബട്ടർ മിൽക്കാണ് ഒഴിക്കാൻ പോകുന്നത്. ബട്ടർ മിൽക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ബട്ടർ മിൽക്ക് കിട്ടാനില്ലെങ്കിൽ തൈരും പാലും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് മൂടാൻ ഉള്ള അത്രയും ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൈരും പാലാണ് മിക്സ് ചെയ്യണമെങ്കിൽ തൈര് ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് എടുക്കാൻ നോക്കുക. കട്ടിത്തൈരും പാലും മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ ചതച്ച നല്ല പേസ്റ്റ് ആക്കിയ വെളുത്തുള്ളി, പിന്നെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഡ്രൈഡ് ഹെർബ്സ് ആണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല ക്രിസ്പി ചിക്കൻ ബർഗറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്ക്. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഡ്രൈഡ് തൈം, 1/2 ടീസ്പൂൺ ഡ്രൈഡ് ടാരഗോൺ, പിന്നെ 1/4 ടീസ്പൂൺ ഡ്രൈഡ് പാഴ്സ്ലി അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ഡ്രൈഡ് സേജിൻ്റെ ലീവ്സ്. അപ്പോൾ സേജ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമുള്ള ഒരു ഹെർബാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ. ഇത് ചെറിയ എമൗണ്ടിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുകയും ചെയ്യും. എന്നാൽ കൂടിപ്പോയാൽ ആകെ കൊളാവുകയും ചെയ്യും. പിന്നെ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ കുറച്ച് ഹോട്ട് സോസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ടബാസ്കോ സോസ് 2 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ട് സോസ്, തീരെ മധുരമൊന്നും ഇല്ലാത്ത ഹോട്ട് സോസ്. പിന്നെ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ഉപ്പ് 1 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെയാണ് മാരിനേറ്റ് ഇൻഗ്രീഡിയൻസ്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം തിരിച്ച് ഈ ബൗളിലേക്ക് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ അവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ആ മാരിനേറ്റിന് ഫ്ലേവേഴ്സ് ഒന്നും കൂടി നന്നായിട്ട് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ആ മറ്റേ ബൗളിൽ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്ത ബൗളിൽ ബാക്കി വന്ന മാരിനേറ്റ് മുഴുവൻ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് മൂടി വയ്ക്കാം, 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം.
ആ സമയത്ത് നമുക്ക് ബ്ലാക്ക് പെപ്പർ മയനൈസ് ഉണ്ടാക്കാം. ഈ ബർഗറിന് ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു മയനൈസാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 കപ്പ് എന്ന് വെച്ചാൽ 240 മില്ലി സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ 1 മുട്ട വേണം. ഒരു പേസ്ചറൈസ്ഡ് എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. മയനൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പേസ്ചറൈസ്ഡ് എഗ്ഗ് യൂസ് ചെയ്യാൻ നോക്കാം. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ മയനൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ചേർത്ത് ആ 1 കപ്പ് എന്ന് വെച്ചാൽ 240 മില്ലിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഹാൻഡ് ബ്ലെൻഡർ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ആ ബേസ് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഓയിൽ തുടക്കത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് എന്നിട്ട് ഓണാക്കി ഒന്ന് പൊക്കിയും താഴ്ത്തി ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് കളർ ലൈറ്റാവും, കുറച്ചൊന്ന് പതിഞ്ഞ് വരും. അതുവരെ അപ്പോൾ ഒന്ന് ലൈറ്റായി നന്നായിട്ടൊന്ന് പതിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വളരെ തിന്നായിട്ടുള്ള സ്ട്രീമിൽ ഒന്ന് സ്റ്റഡി ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് കുറേ ഓയിൽ ഒഴിക്കരുത്, എന്നാൽ നമ്മുടെ മയനൈസ് ആവില്ല, ഇമൾസിഫിക്കേഷൻ നടക്കില്ല. അപ്പോൾ ഇതുപോലെ നൂല് പോലെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാം. മറ്റേ കൈ കൊണ്ട് ഇമേഴ്ഷൻ ബ്ലെൻഡർ ഓണാക്കിയിട്ട് പൊക്കിയും താഴ്ത്തിയും ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത് കട്ടിയായി വരും. ഇമൾസിഫിക്കേഷൻ പ്രോസസ്സാണത്. അങ്ങനെ നമുക്ക് മയനൈസ് ആവും. അപ്പോൾ അതുപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കപ്പ് തീരുന്ന വരെ കുറച്ച് സമയം എടുത്ത് അത് മയനൈസ് ആയിട്ടുണ്ട്. ഇത് 1 കപ്പ് മുഴുവൻ ഒഴിച്ച് കഴിയുമ്പോൾ മോളിൽ കാണാൻ ഒരു ചെറിയൊരു ഓയിലി ലെയർ പോലെ, ഒരു ഓയിലി ഫിനിഷ് പോലെ. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല തണുത്ത ഐസ് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി വേഗം അടിച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട. വേഗം തന്നെ ആ ഓയിലി ഫിനിഷ് മാറിയിട്ട് നല്ല മയനൈസിൻ്റെ ഒരു ടെക്സ്ചർ ആവും. അപ്പോൾ മയനൈസ് ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു 2-3 തുള്ളി മതി നാരങ്ങ നീരും, 1/2 ടീസ്പൂണിൽ കുറവ് പഞ്ചസാര. ഇത് രണ്ടും കൂടി സ്പൂൺ വെച്ചിട്ട് ഇനി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ ബാലൻസ് ചെയ്ത് കറക്റ്റ് മയനൈസിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ബ്ലാക്ക് പെപ്പർ മയനൈസ് ആയതുകൊണ്ട് ഇതുപോലെ ഒരു കളറും അതിനൊരു പെപ്പറിൻ്റെ ഇത് കാണാൻ പറ്റും. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെക്കാം, മൂടി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇനി നമുക്ക് ബർഗറിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് പർപ്പിൾ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ റെഡ് ക്യാബേജ്. അത് നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് വലിയ ഷ്രെഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ഒരുപാട് നീണ്ട് ഷ്രെഡ്സ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ലെറ്റസാണ്. അപ്പോൾ റൊമേൻ ലെറ്റസാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഇന്ന് ഞാൻ ഐസ്ബർഗ് ലെറ്റസാണ് എടുക്കുന്നത്. ലെറ്റസ് എടുക്കുമ്പോൾ നന്നായി കഴുകി ലീവ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലൊരു സാലഡ് സ്പിന്നർ ഉണ്ടെങ്കിൽ ഒന്ന് കറക്കിയെടുക്കാം, കാരണം തീരെ വെള്ളം ഉണ്ടാവരുത് ബർഗറിൽ വെക്കുമ്പോൾ. ഇനി നമുക്ക് ബർഗർ പാറ്റീൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത് നോക്കാം. 2-3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ വേണം. ആദ്യം ഞാൻ 2 കപ്പാണ് ഈ ബൗളിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കുരുമുളകും ഉപ്പും. അപ്പോൾ 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവ് ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യാണ്. അപ്പോൾ 1 കപ്പ് വരെയും കൂടുതൽ ചിലപ്പോൾ നമുക്ക് ഫ്ലവർ വേണ്ടി വരും. ആദ്യം 2 കപ്പ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് പുറത്തേക്ക് എടുക്കണം, ഈ ഫ്ലവറിൽ മുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഓരോ പീസ് ഇതുപോലെ ഈ ഫ്ലവറിൽ നന്നായിട്ട് ഒന്ന് മുക്കി കൊടുക്കണം. ആ ഗ്യാപ്സിലും ചെറിയ ക്രാക്സിലും ഒക്കെ ഫില്ല് ചെയ്യാൻ നോക്കണം. എല്ലായിടത്തും നന്നായിട്ട് ഈവനായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം. കൂടുതലായിട്ടുള്ള ഫ്ലവർ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ട്രെയിൽ ഞാനിവിടെ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ പീസസും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ കണോള അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്, ഇതുപോലൊരു വൈഡ് പാനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ല, ഒരു കളറ് വരാൻ വേണ്ടി മാത്രം ഫ്രൈ ചെയ്യണം. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറയ്ക്കണം, എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓരോ പാറ്റീസ്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ഒരു സൈഡിലായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിടാം. അങ്ങനെ 2-3 പ്രാവശ്യം ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്രസ്റ്റ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് പുറത്ത് നല്ല ഗോൾഡൻ ആണ്, പക്ഷെ ഉള്ളിൽ കുക്ക്ഡ് ആയിട്ടില്ല കേട്ടോ. നമ്മളിനി ഓവനിലാണ് വെച്ചിട്ട് ഇത് കുക്കിംഗ് തീർക്കാൻ പോണത്. അപ്പോൾ 218 ഡിഗ്രി സെൽഷ്യസ് ഓവനിൽ
മിഡിൽ റാക്കിൽ വെച്ചിട്ട് 25 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല കുക്ക്ഡും നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഓവനില്ലെങ്കിൽ എന്ത് ചെയ്യുന്നല്ലേ, എന്നാൽ നമുക്ക് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ കുറച്ചും കൂടി നല്ല കെയർഫുൾ ആയിരിക്കണം. ആ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീരെ കൂടി പോവാണ്ട് പതുക്കെ ഫ്രൈ ചെയ്ത് പുറത്ത് ഗോൾഡൻ ആവുമ്പോൾ ഉള്ളിലും നന്നായി വെന്ത് കിട്ടണം. ആ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരെണ്ണം ഫ്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ടൈമിങ്. അപ്പോൾ ഇനി ബർഗേഴ്സ് നമുക്ക് അസംബിൾ ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മയോണൈസ് ബണ്ണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബണ്ണ് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് പാനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മയോണൈസ്, അതിൻ്റെ മുകളിൽ ലെറ്റസ്, എന്നിട്ടൊരു സ്ലൈസ് ചീസ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കോൾബി ചീസാണ്. നല്ല രസമായിട്ട് ഇത് മെൽറ്റ് ചെയ്ത് വരും. ഈ ചൂടുള്ള ചിക്കൻ അതിൻ്റെ മുകളിൽ തന്നെ ഇടുമ്പോൾ ഓവനിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ നമുക്ക് ബർഗേഴ്സ് അസംബിൾ ചെയ്യണം. അപ്പോൾ ആ ചീസും മെൽറ്റായി കിട്ടും. മറ്റേ ടോപ്പ് ബണ്ണിലും ഇതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ മേയോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ പേർപ്പിൾ ക്യാബേജ് അല്ലെങ്കിൽ റെഡ് ക്യാബേജ് ഷ്രെഡ് ചെയ്തത് അതും ഇട്ട് കൊടുക്കാം. ഇത്ര മതി ഈ ഒരു യമ്മി ക്രിസ്പി ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബർഗർ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഈ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ ഒരു കമൻറ്റ് ഇടാനും ഒരു ലൈക്ക് ഇടാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് റെസിപ്പി വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.